Dear students, ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ വളരെ ഭംഗിയായിട്ട് പോകുന്നു വിചാരിക്കുന്നു. എന്തായാലും സുവോളജിയുടെ ഒരു 3 ക്ലാസ്സുകൾ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട അസൈൻമെൻറ്റുകളും ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായി ചെയ്യുന്നുണ്ട്. എല്ലാവരും ചെയ്യുന്നില്ലേ എന്ന് മാത്രമാണ് എനിക്ക് സംശയം. എല്ലാവരുടെയും ഇങ്ങനെ നിങ്ങൾ ഫോട്ടോസ് അയക്കുമ്പോൾ എല്ലാവരുടെയും എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്നില്ല. എന്തായാലും വിശ്വാസം അങ്ങനെ തന്നെയാണ്, വളരെ പോസിറ്റീവായിട്ട് എല്ലാവരും നന്നായി ചെയ്യുന്നത്. നമ്മൾ ഇന്ന് എടുക്കാൻ വേണ്ടി പോകുന്ന ടോപ്പിക്ക് അതിൻ്റെ ബാക്കിയാണ്. ഇന്നെടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്കാണ്. കാരണം അത് പലതവണ പരീക്ഷ ക്വസ്റ്റ്യൻസ് ചോദിച്ചാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഗാമറ്റോജെൻസിസ് എന്ന് പറയുന്നൊരു പ്രോസസ്സിനെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ സ്ട്രക്ചേഴ്സ് ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഹ്യൂമൻ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു. ഇനി വരുന്ന ചില വീഡിയോസിൽ നിങ്ങൾക്ക് ചില ചെറിയ ആനിമേറ്റഡ് വീഡിയോസ് കൂടെ ചിലപ്പോൾ കാണാൻ വേണ്ടി പറ്റും. അത് ഇടയ്ക്ക് ഞാൻ തരും, അതും കൂടെ ശ്രദ്ധിച്ച് നോക്കണം. എന്തായാലും ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഗാമറ്റോജെനിസിസ് ആണ്. ഗാമറ്റോജെനിസിസ് മീൻസ് ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഗാമേറ്റ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഗാമറ്റോജെനിസിസ്, ദ പ്രോസസ് ഓഫ് formation of gamete. As you know, there are two types of gamete, that is male gamete sperm is there and female gamete ovum is there. The process of formation of sperm is called spermatogenesis. Means spermatogenesis, the process of formation of sperm. Now the process of formation of ovum is called oogenesis. Ovum, oogenesis, oogenesis. So there are two types of gametogenesis, spermatogenesis as well as oogenesis. നമ്മൾ ആദ്യം സ്പെർമറ്റോജെനിസിനെ കുറിച്ച് പഠിക്കും, അതിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ കാണും. പിന്നീട് oogenesisനെ കുറിച്ച് പഠിക്കും, അതിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ കാണും. ഈ തമ്മിലുള്ള വ്യത്യാസം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. മറ്റൊരു കാര്യം കൂടെ, ഈ ഗാമറ്റോജെനിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് എല്ലാം ഇനി തുറന്നു വരുന്ന പ്രോസസ്സ് അടക്കം ഒക്കെ റിപ്രൊഡക്റ്റീവ് ഹോർമോൺസിൻ്റെ കൺട്രോളിലാണ്. അതുകൂടെ ഈ സമയത്ത് മനസ്സിലാക്കുന്നത് റിപ്രൊഡക്റ്റീവ് ഹോർമോൺസിൻ്റെ കൺട്രോളിലാണ്. നിങ്ങൾക്ക് റിപ്രൊഡക്റ്റീവ് ഹോർമോൺസ് ഫസ്റ്റ് ഇയർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹൈപ്പോതലാമസ് ഉണ്ടാക്കുന്ന GnRH, ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ, കൂടാതെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉണ്ടാക്കുന്ന FSH, ഫോളിക്കിൾ സെൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, അതുപോലെ തന്നെ LH, ല്യൂട്ടിനൈസിങ് ഹോർമോൺ തുടങ്ങിയ ഹോർമോണുകളുടെ കൂടെ നിയന്ത്രണത്തിലാണ്. അപ്പോൾ ഗാമറ്റോജെനിസിസിൻ്റെ സ്പെർമറ്റോജെനിസിസും oogenesisഉം കഴിഞ്ഞതിന് ശേഷം ഈ പ്രോസസ്സുകൾ എങ്ങനെയാണ് ഹോർമോണൽ സഹായത്തിൽ കൺട്രോൾ ചെയ്യുന്നത് കൂടെ പറയും. ഓക്കെ, നമ്മൾ ആദ്യം പറയാൻ വേണ്ടി പോകുന്നത് സ്പെർമറ്റോജെനിസിസ് ആണ്. ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നതിലൂടെ തന്നെ നമുക്ക് കടന്നു പോകാം. സ്പെർമറ്റോജെനിസിസ് സ്റ്റാർട്ട് ഫ്രം സ്പെർമറ്റോഗോണിയൽ സെൽസ്. നിങ്ങൾ ടെസ്റ്റിസിൻ്റെ സ്ട്രക്ചർ പഠിച്ചപ്പോൾ സെമിനിഫറസ് ട്യൂബിൾസിൻ്റെ ഭിത്തിയിൽ സ്പേം ഉണ്ടാക്കുന്ന സെൽസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, സ്പെർമറ്റോഗോണിയൽ സെൽസ്. ധാരാളം സ്പെർമറ്റോഗോണിയൽ സെൽസ് ഉണ്ടാവും. ഈ സ്പെർമറ്റോഗോണിയൽ സെൽസ് ഈ കൗമാരത്തിലേക്ക് എത്തുന്ന സമയത്ത്, ആൺകുട്ടികൾ കൗമാരത്തിലേക്ക് എത്തുന്ന സമയത്ത് ദേ സ്റ്റാർട്ട് മൈറ്റോസിസ്, സെൽ ഡിവിഷന് വിധേയമാകും. അങ്ങനെ സെൽ ഡിവിഷന് വിധേയമായി ധാരാളം പുതിയ സെല്ലുകൾ ഉണ്ടാവും. അത്തരം സെല്ലുകളെയാണ് പ്രൈമറി സ്പെർമറ്റോസൈറ്റ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് രണ്ടാമത് കാണും, പ്രൈമറി സ്പെർമറ്റോസൈറ്റ്സ്. ഓക്കെ, ഈ പ്രൈമറി സ്പെർമറ്റോസൈറ്റ്സ് ദെൻ അണ്ടർഗോ മിയോസിസ്. മിയോസിസ് നിങ്ങൾ സെൽ ഡിവിഷനെ കുറിച്ച് ബോട്ടണിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. മിയോസിസ് 2 ഉണ്ട്, മിയോസിസ് 1 ആസ് വെൽ ആസ് മിയോസിസ് 2. അപ്പോൾ സ്പെർമറ്റോഗോണിയൽ സെൽസ്, അവിടെ വേറൊരു കാര്യമുള്ളത്, ഈ സ്പെർമറ്റോഗോണിയൽ സെൽസിൻ്റെ ക്രോമസോം സംഖ്യ 2n ആണ്. 2n മീൻസ് 46 നമ്പർ ഓഫ് ക്രോമസോംസ്. ഇത് മൈറ്റോസിസിന് വിധേയമായി ധാരാളം പ്രൈമറി സ്പെർമറ്റോസൈറ്റ്സ് ഉണ്ടാവും. ഈ പ്രൈമറി സ്പെർമറ്റോസൈറ്റ്സ് കുറച്ച് സൈസിലൊക്കെ വലുതാണ്. പ്രൈമറി സ്പെർമറ്റോസൈറ്റ്സ് ഉണ്ടാവും. ഈ പ്രൈമറി സ്പെർമറ്റോസൈറ്റ്സ് 2n നമ്പർ ഓഫ് സെൽസ് തന്നെയാണ്, ദാറ്റ് ഈസ് 46 നമ്പർ ഓഫ് ക്രോമസോംസ് തന്നെയാണ്. പിന്നീട് അത് മിയോസിസ് 1ന് വിധേയമാവും. മിയോസിസ് 1ന് വിധേയമാകുമ്പോൾ ഓരോ പ്രൈമറി സ്പെർമറ്റോസൈറ്റ്സും 2ആയിട്ട് മാറും. ഓക്കെ, 2 സെല്ലായിട്ട് മാറും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്സ്. ഓക്കെ, പ്രൈമറി സ്പെർമറ്റോസൈറ്റ്സ് അണ്ടർഗോ മിയോസിസ് 2 ഇസ് കോൾഡ് സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്സ്. സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്സിൻ്റെ പ്രത്യേകത, അവയുടെ ക്രോമസോം സംഖ്യ നേർ പകുതിയായിരിക്കും. ദാറ്റ് ഈസ് n ആയിട്ട് മാറുന്നു. n മീൻസ് 23 നമ്പർ ഓഫ് ക്രോമസോംസ് ആയിട്ട് മാറുന്നു സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്സ്. ഓക്കെ, ഇനി ഈ സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്സ് മിയോസിസ് 2ന് വിധേയമാകുമ്പോൾ ഓരോ സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്സും 2 വീതം സെല്ലുകൾ ഉണ്ടാക്കുന്നു. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് സ്പെർമാറ്റിഡ്. ദി സെൽസ് ആർ കോൾഡ് സ്പെർമാറ്റിഡ്. ഓക്കെ, അപ്പോൾ സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്സ് 2 ഈ ഓരോ സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്സും 2 സെല്ലുകളായിട്ട് മാറുന്നു. ദാറ്റ് ഈസ് സ്പെർമാറ്റിഡ്. അപ്പം മറ്റേതും കൂടെ അതുപോലെ ഡിവൈഡ് ചെയ്യുമ്പോൾ ടോട്ടലി വി ആർ ഗെറ്റിംഗ് 4 സ്പെർമാറ്റിഡ്. ഈ സ്പെർമാറ്റിഡ് പിന്നീട്
സ്പെർമാറ്റോയിഡ് റൗണ്ട് സെൽസ് ആണ്. അപ്പോൾ സ്പേം റൗണ്ട് അല്ല. പിന്നീട് ഈ സ്പെർമാറ്റോയിഡിൽ ചില രൂപമാറ്റമൊക്കെ വരുത്തിയിട്ട് അവ സ്പേമായിട്ട് മാറും. ആ പ്രോസസ്സിനെ സ്പെർമിയോജെനിസിസ് എന്ന് വിളിക്കുക. സ്പെർമിയോജെനിസിസ്. ഓക്കെ. So that is what is called spermatogenesis. അപ്പോൾ സ്പെർമറ്റോഗോണിയൽ സെൽസ്, മൈറ്റോസിസ്, പ്രൈമറി സ്പെർമറ്റോസൈറ്റ്സ്, സെയിം ക്രോമസോം സംഖ്യ. Then primary spermatocytes undergo meiosis 1 to form secondary spermatocytes. Secondary spermatocytes ക്രോമസോം സംഖ്യ പകുതിയായി ചുരുങ്ങും. റിഡക്ഷൻ ഡിവിഷൻ n നമ്പർ ആയിട്ട് മാറും. പിന്നീട് സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്സ് മിയോസിസ് 2 വിധേയമാകുമ്പോൾ സ്പെർമാറ്റിഡ് ആയിട്ട് മാറുന്നു. ഓക്കെ. നൗ മൂവിങ് ടു ഇത് സ്പെർമറ്റോജെനിസിൻ്റെ തന്നെ മറ്റൊരു ഫിഗർ മാത്രമേ ഞാനത് പറഞ്ഞു. 46 നമ്പർ ഓഫ് ക്രോമസോം, 23 ക്രോമസോം ലാസ്റ്റ്. ഓക്കെ. നൗ വി ആർ മൂവിങ് ടു oogenesis. oogenesis മീൻസ് പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഓവം. ഇവിടെ ഓവം സ്പെർമറ്റോജെനിസ് പോലെ തന്നെയാണ്, പേരിൽ മാത്രം ചെറിയ വ്യത്യാസങ്ങൾ, പിന്നെ മറ്റു ചില വ്യത്യാസങ്ങൾ കൂടി ഉണ്ട്. എന്നാൽ ശ്രദ്ധിക്കുക, ദ പ്രോസസ് സ്റ്റാർട്ട് ഫ്രം ഊഗോണിയൽ സെൽസ്, അല്ലെങ്കിൽ ഒവേറിയൻ ഫോളിക്കിൾസിനകത്തുള്ള സെല്ലുകളായിട്ടുള്ള ഊഗോണിയൽ സെൽസ് നിന്നാണ് ഈ പ്രക്രിയ സ്റ്റാർട്ട് ആകുന്നത്. ഊഗോണിയൽ സെൽസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം മൈറ്റോസിസ് ഡിവിഷൻ നടക്കും. അങ്ങനെ പ്രത്യേകതരം സെൽസ് ഉണ്ടാകുന്നു. ദി സെൽസ് ആർ കോൾഡ് പ്രൈമറി ഊസൈറ്റ്. പ്രൈമറി ഊസൈറ്റ്. ഓക്കെ. ഈ പ്രൈമറി ഊസൈറ്റ് പിന്നീട് മിയോസിസ് 1 വിധേയമാവുമ്പോൾ 2 തരം സെൽസ് ഉണ്ടാകും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 2 തരം ഈക്വൽ സെൽസ് അല്ല, 2 തരം അൺഈക്വൽ സെൽസ് ആണ് ഉണ്ടാകുന്നത്. ഇതിൽ നോർമൽ സെൽസിനെ സെക്കൻഡറി ഊസൈറ്റ് എന്ന് പറയുന്നു. ഈ അൺയൂഷ്വൽ ആയിട്ടുള്ള സെൽസിനെ പോളാർ ബോഡി എന്നാണ് വിളിക്കുക, ഫസ്റ്റ് പോളാർ ബോഡി. അപ്പം പ്രൈമറി സ്പെർമറ്റോസൈറ്റ്സ് മിയോസിസ് 1 സെക്കൻഡറി പ്രൈമറി ഊസൈറ്റ് സെക്കൻഡറി ഊസൈറ്റ് ആയിട്ട് മാറുന്നു. ഈ സെക്കൻഡറി ഊസൈറ്റിൻ്റെ പ്രത്യേകത, പ്രൈമറി ഊസൈറ്റ് 2n നമ്പർ ഓഫ് സെൽസ് ആണെങ്കിൽ സെക്കൻഡറി ഊസൈറ്റ് n നമ്പർ ഓഫ് സെൽസ് ആണ്. 23 ക്രോമസോം ഉണ്ടാവും. ഇനി എന്ത് സംഭവിക്കും? സെക്കൻഡറി ഊസൈറ്റ് മിയോസിസ് 2 വിധേയമാകുന്നു. മിയോസിസ് 2 വിധേയമാകുമ്പോൾ അത് ഊറ്റിഡ് അല്ലെങ്കിൽ ഓവം ആയിട്ട് മാറും. ഊറ്റിഡ് അല്ലെങ്കിൽ ഓവം ഒരു സെക്കൻഡറി ഊസൈറ്റ് 2 മാറുന്നു. അങ്ങനെ 2 സെൽസ് ഉണ്ടാവും. അതിൽ നോർമലായിട്ടുള്ള സെൽസിനെ ഓവം അല്ലെങ്കിൽ ഊറ്റിഡ് എന്ന് പറയുന്നു. ഈ അൺയൂഷ്വൽ സെൽസിനെ പോളാർ ബോഡി എന്ന് പറയുന്നത്, അതായത് സെക്കൻഡ് പോളാർ ബോഡി. ഇനി നേരത്തെ ഒരു ഫസ്റ്റ് പോളാർ ബോഡി ഉണ്ടല്ലോ, അതും 2 മാറും. അങ്ങനെ ടോട്ടലി ഈ ഡിവിഷൻ കഴിയുമ്പോഴേക്ക് 4 സെല്ല് കിട്ടും. ഈ 4 സെല്ലിൽ 1 മാത്രമാണ് ഓവം, ബാക്കി 3 പോളാർ ബോഡീസാണ്. ഓക്കെ. ഇതിൻ്റെ മറ്റൊരു പിക്ചർ കാണിച്ചു തരാം. നേരത്തെ കാണിച്ചത് തന്നെയാണ് oogenesis. ഊഗോണിയൽ സെൽസ് മൈറ്റോട്ടിക് ഡിവിഷൻ കൂട്ടം പ്രൈമറി ഊസൈറ്റ്, അത് നോർമൽ സെൽസാണ്. പ്രൈമറി ഊസൈറ്റ് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷനിലൂടെ 2 സെല്ലായിട്ട് മാറും. 2 സെല്ല് എന്ന് പറയുന്നത് ഒന്ന് സെക്കൻഡറി യൂസൈറ്റ്, മറ്റൊന്ന് ഫസ്റ്റ് പോളാർ ബോഡി. സെക്കൻഡറി യൂസൈറ്റ് പിന്നീട് മിയോസിസ് 2 വിധേയമാകുന്നു. വീണ്ടും 2 സെല്ലായിട്ട് മാറും. സെക്കൻഡ് പോളാർ ബോഡിയും ഓവവും ആയിട്ട് മാറും. നോക്കൂ, നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ പ്രൈമറി യൂസൈറ്റ് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ നടക്കും. ഈ ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ എന്ന് പറയുന്നത് ഓവുലേഷന് മുമ്പ് നടക്കുന്ന ഫിനോമിനയാണ്. അപ്പം ഓവുലേഷന് തൊട്ട് മുമ്പ് എന്തായി മാറുന്നു? പ്രൈമറി യൂസൈറ്റ് സെക്കൻഡറി യൂസൈറ്റ് ആയിട്ട് മാറുന്നു. അതിന് ശേഷമാണ് ഓവുലേഷൻ നടക്കുന്നത്. അപ്പോൾ ഓവുലേഷനിലൂടെ സ്ത്രീയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഓവം, ശരിക്കും അണ്ടം, ശരിക്കും ഏത് സ്റ്റേജിലാണ്? സെക്കൻഡറി യൂസൈറ്റ് സ്റ്റേജിലാണ്. ഈ സെക്കൻഡറി യൂസൈറ്റ് സ്റ്റേജിലുള്ള എഗ്ഗ് അതിലേക്ക് സ്പേം കയറുമ്പോൾ, അല്ലെങ്കിൽ സ്പേം ഇടിച്ച് കയറുമ്പോൾ, അല്ലെങ്കിൽ ഫേമിൻ്റെ സ്പേമുമായിട്ടത് മീറ്റ് ചെയ്യുമ്പോൾ, കൊളിഷൻ നടക്കുമ്പോൾ മാത്രമാണ് ഈ സെക്കൻഡറി യൂസൈറ്റ് പിന്നീട് അതിൻ്റെ രണ്ടാമത്തെ സെൽ ഡിവിഷനായിട്ടുള്ള മിയോസിസ് 2 നടത്തിയിട്ട് ഓവമായിട്ട് മാറുക. അപ്പോൾ ഒന്നുകൂടെ പറയാം, കൺഫ്യൂഷൻ വേണ്ട. oogenesis പ്രൈമറി ഊസൈറ്റ് ഉണ്ടാവുന്നത് ഓവുലേഷന് മുമ്പാണ്. ഓവുലേഷൻ നടക്കുന്നതിന് തൊട്ട് മുമ്പ് പ്രൈമറി യൂസൈറ്റ് സെക്കൻഡറി യൂസൈറ്റായിട്ട് മാറും. ഈ സെക്കൻഡറി യൂസൈറ്റാണ് മെൻസ്ട്രുവൽ സമയത്ത് ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബിളിനകത്തൂടെ പോകുന്നത്. ഈ സെക്കൻഡറി യൂസൈറ്റ് പിന്നീട് ഒരു മിയോട്ടിക് ഡിവിഷൻ കൂടി നടന്നാൽ മാത്രമേ അത് റിയൽ ആയിട്ടുള്ള ഓവമായിട്ട് മാറുള്ളൂ. ഈ ഫിനോമിന ഫെർട്ടിലൈസേഷൻ്റെ സമയത്ത് അല്ലെങ്കിൽ സ്പേമുമായിട്ട് മീറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നടക്കുന്നത്. ഓക്കെ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഗാമറ്റോജെനിസിസ് എന്ന് പറയുന്ന ഫിനോമിന ഹോർമോൺസിൻ്റെ സഹായത്തിലാണ് നടക്കുന്നത്.
ഹോർമോൺസ് ഞാൻ നേരത്തെ പറഞ്ഞ മെയിലും ഫീമെയിലും സ്പെർമറ്റോജെനിസിസും oogenesis ഹോർമോൺസിന്റെ സഹായത്തിലാണ് കൺട്രോൾ ചെയ്യപ്പെടുന്നത്. ഹോർമോൺസ് ആരാ? പ്രധാനമായിട്ടും GnRH, ഹൈപ്പോതലാമസ് ഉണ്ടാക്കുന്ന ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ. ഈ ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ നേരെ ഹൈപ്പോതലാമസിൽ നിന്നും പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലേക്ക് പോകുമ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് 2 തരം ഹോർമോൺസിനെ ഉൽപ്പാദിപ്പിക്കുന്നത് പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് FSH, ഫോളിക്കിൾ സെൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഈ ഫോളിക്കിൾ സെൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ മെയിലിൽ എന്താണ് ചെയ്യുക? നോക്കൂ, ഫോളിക്കിൾ സെൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ മെയിലിൽ സെർട്ടോളി സെൽസിനെ ഒരു ഫാക്ടർ ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കും. സെർട്ടോളി സെൽസ് ടു പ്രൊഡ്യൂസ് സർട്ടൻ ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്സ് ദ മെച്ചുറേഷൻ ഓഫ് ദ സ്പേംസ്. അങ്ങനെ FSH സെർട്ടോളി സെൽസിൽ ആക്ട് ചെയ്തിട്ട് സ്പേമിൻ്റെ മെച്ചുറേഷൻ സഹായിക്കുന്ന ഒരു ഫാക്ടറിനെ ഉണ്ടാക്കും. എന്നാൽ ഇതേ FSH ഫീമെയിൽസിൽ എന്താ ചെയ്യുക? ഫീമെയിൽസിൽ ചെയ്യുന്നത് ഫോർമേഷൻ ഓഫ് ദ ഗ്രാഫിൻ ഫോളിക്കിൾ. ഗ്രാഫിൻ ഫോളിക്കിളിൻ്റെ ഫോർമേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗ്രാഫിൻ ഫോളിക്കിളിൻ്റെ മെച്ചുറേഷന് വേണ്ടിയിട്ടാണ്. ആൻഡ് സ്റ്റിമുലേറ്റ് ദ പ്രൊഡക്ഷൻ ഓഫ് ഈസ്ട്രോജൻ. ഗ്രാഫിൻ ഫോളിക്കിൾ ഉണ്ടായി കഴിഞ്ഞാൽ ഈസ്ട്രോജൻ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, നോ അങ്ങനെ FSH കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ LH പ്രൊഡ്യൂസ് ചെയ്യും പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. LH എന്താ ചെയ്യുന്നത്? LH മെയിലിൽ ചെയ്യുന്നത് ലേഡിക് സെൽസിനെ ടെസ്റ്റോസ്റ്റെറോൺ ഉൽപ്പാദിപ്പിക്കാൻ പ്രേരിപ്പിക്കുക. ലേഡിക് സെൽസ് ടു പ്രൊഡ്യൂസ് ടെസ്റ്റോസ്റ്റെറോൺ. എന്നാൽ ഫീമെയിൽ എന്താ ചെയ്യുക? ഫീമെയിൽ LH ചെയ്യുന്നത് ഓവുലേഷനെ സഹായിക്കലാണ്. ഓവുലേഷൻ ഉണ്ടാക്കുന്നു, തുടർന്ന് കോർപ്പസ് ലൂട്ടിയം ഉണ്ടാവും. കോർപ്പസ് ലൂട്ടിയം പിന്നീട് പ്രൊജസ്ട്രോണിനെ ഉൽപ്പാദിപ്പിക്കും.